കൊല്ലത്ത് മകനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ജീവനൊടുക്കി. കടപ്പാക്കട അക്ഷയനഗറിൽ വിഷ്ണുവാണ് കൊല്ലപ്പെട്ടത്. പിതാവും അഭിഭാഷകനുമായ ശ്രീനിവാസപിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. 2 ദിവസമായി അച്ഛൻ ശ്രീനിവാസപിള്ളയും മകൻ വിഷ്ണുവും മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തുള്ള മകൾ ഫോൺ വിളിച്ചിട്ടും പ്രതികരിക്കാതായതോടെ കൊല്ലത്തെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടത്. വിഷ്ണുവിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിലും ശ്രീനിവാസപിള്ള തൊട്ടടുത്ത മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. ബിരുദധാരിയായ വിഷ്ണുവിന് മാനസിക പ്രശ്നമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. ലൈഫ് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുള്ള ലൈഫല്ല. സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ട്, വസ്തുക്കളൊക്കെ പലയിടത്തൊക്കെ കിടപ്പുണ്ട്. പിന്നെ പയ്യൻ വിഷ്ണു എന്ന് പറയുന്ന മകൻ ഇച്ചിരി മാനസിക രോഗിയാണ്. പിന്നെ എപ്പോഴും ചെയിൻ സ്മോക്കറാണ്. നിരന്തരം ബഹളമൊക്കെ ആണ് വീട്ടിൽ. നേരത്തെ ബാങ്ക് ജോലിയായിരുന്നു. അപ്പോൾ ബഹളമൊക്കെ ആണ്. സാറ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് സാറ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശ്രീനിവാസപിള്ള എന്ന് പറയുന്ന അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം പണ്ടോട്ടെ കോടതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം സഹിച്ചാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും തീരെ നിവൃത്തിയില്ലാതെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സാഹചര്യത്തിലേക്ക് സാർ മുതിർന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മുൻപൊരിക്കൽ വീടിന് മുകളിൽ നിന്നും വിഷ്ണു താഴേക്ക് ചാടി കാലിന് പരിക്കേറ്റിരുന്നു. വീടിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ ബോർഡുകൾ യഥാർത്ഥത്തിൽ ഉള്ളതല്ലെന്നും മകനു വേണ്ടി ശ്രീനിവാസപിള്ള വെച്ചിട്ടുള്ളതാണെന്നും വാർഡ് കൗൺസിലറായ അമ്പിളി പറഞ്ഞു. ഓരോ ആവശ്യത്തിന് വരുമ്പോഴും ആള് വന്നങ്ങ് സംസാരിക്കും. എപ്പോഴും സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് വരുന്നത്, ഇരിക്കുമ്പോഴും എല്ലാം. പിന്നെ ഒരു പ്രാവശ്യം വന്നപ്പോൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് ഇരിക്കുക. വിഷ്ണു അതിന് മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തിയാണ്. ഇപ്പം വിവാഹം കഴിച്ച് ബന്ധമൊക്കെ ഒഴിഞ്ഞ് 2 വിവാഹവും അങ്ങനെയാണ്. പിന്നെ അച്ഛനെ നല്ല ബുദ്ധിമുട്ടിക്കുക ആളെ. അച്ഛൻ നല്ലൊരു വ്യക്തിയാണ്, നമുക്കറിയാവുന്ന അഡ്വക്കേറ്റാണ്. അമ്മയെ ഉപദ്രവിക്കും. അമ്മ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് മാറി. പിന്നെ പെങ്ങൾ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് അവർ വന്നപ്പോഴാണ് അന്വേഷിച്ചപ്പം മതിൽ ചാടി, ഗേറ്റ് പൂട്ടിയോണ്ട് മതിൽ ചാടി അകത്ത് കയറിയപ്പോഴാണ് കൺഫേം ആക്കിയേക്കുന്നത്. 2 പേരും മരിച്ചു. നമ്മൾ കണ്ടില്ല, പറഞ്ഞതുള്ള അറിവേ ഉള്ളൂ. ബോർഡ് വെച്ചേക്കുന്നത് ആൾക്ക് ഇങ്ങനെ ഒരേ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നതെന്ന് ആദ്യം നമ്മൾ നോർമലി ആൾ വന്ന് ഇങ്ങനെ സംസാരിക്കും. ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ പിന്നാണ് അറിയുന്നത് മാനസിക അസ്വസ്ഥത ഉള്ളത് കൊണ്ട് അച്ഛൻ തന്നെ അതിന് വേണ്ടിയിട്ട് ഈ ബോർഡെല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് ടാക്സിന് വരുന്ന കുട്ടികൾക്കും ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് ടാക്സ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ കാര്യം പറയും. പിന്നെ അവർ ശല്യം ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടും വെച്ചേക്കുന്നതാണ് ഈ ബോർഡൊക്കെ. മൃതദേഹങ്ങൾക്ക് 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിന് പിന്നിലുള്ള കാരണങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്.